ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. The executive power of the union extend only to those matters which are mentioned in the union list and over which the parliament have legislative powers. സാധാരണഗതിയിൽ യൂണിയൻ ലിസ്റ്റിൽ നൽകിയിട്ടുള്ള സബ്ജക്റ്റുകളുടെ കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവർ, എക്സിക്യൂട്ടീവ് പവർ ആണ് സെൻട്രൽ ഗവൺമെന്റിന് നൽകിയിട്ടുള്ളത്. ബട്ട് ഇൻ അഡീഷൻ, the union can exercise administrative control over the state through following method. ചില മാർഗങ്ങളിലൂടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് മേലെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോള് സെൻട്രൽ ഗവൺമെന്റിന് ലഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അത് ഏതെല്ലാം തരത്തിലാണെന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഒന്നാമത്തത് ആർട്ടിക്കിൾ 256. ആർട്ടിക്കിൾ 256. So, Article 256 of the Constitution specifies the respective obligations of the union and the state governments and lays down the executive power of every state shall so exercised as to ensure compliance with the laws made by the parliament. പാർലമെന്റ് നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾക്ക് വിധേയമായാണ് സംസ്ഥാന ഗവൺമെന്റുകൾ പെരുമാറേണ്ടത്. സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യനിർവഹണ സംവിധാനം, അവരുടെ എക്സിക്യൂട്ടീവ് പവർ വിനിയോഗം എന്നിവ പാർലമെന്റ് നിർമ്മിച്ചിട്ടുള്ള നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായി മാത്രമേ നടപ്പിലാക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആർട്ടിക്കിൾ 256 പറയുന്നത്. അതേപോലെ തന്നെ ഈ പ്രവർത്തനം നടപ്പിലാക്കിക്കൊണ്ടു പോകുന്നതിന് the union shall extend to the giving of such direction to the state as may appear to the government of India to be necessary for that purpose. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എക്സിക്യൂട്ടീവ് പവർ വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സെൻട്രൽ ഗവൺമെന്റിന്, സ്റ്റേറ്റ് ഗവൺമെന്റിന് ചില നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള അധികാരമുണ്ട്. ആ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന്റെ കാര്യനിർവഹണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്നും ആർട്ടിക്കിൾ 256 പറയുന്നു. ഇതുമായിട്ട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 257 ക്ലോസ് 1. സോ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് 257 ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് the executive power of the union shall extend to the giving of such direction to the state as may appear to the government of India to be necessary for its purpose. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ആ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇത് സംസ്ഥാന ഗവൺമെന്റുകൾ ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല പറയുന്നത്. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 365 പറയുകയാണ്, ഇത്തരത്തില് സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രവർത്തിച്ചില്ല എങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫെയിലിയർ ആയിട്ട് കണക്കാക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 356 വകുപ്പ് അനുസരിച്ച് പ്രസിഡന്റ് റൂള് പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു സാഹചര്യമായിട്ട് അതിനെ കണക്കാക്കാവുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും പാർലമെന്റിന്റെ നിയമങ്ങൾക്കനുസരിച്ചും ഭരണഘടനാ പ്രൊവിഷൻസിനനുസരിച്ചും സ്റ്റേറ്റ് ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ പ്രസിഡൻഷ്യൽ റൂൾ ഒരു സംസ്ഥാനത്ത് പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരവും നൽകുന്നുണ്ട്. അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 365 അപ്പൊ ഇവിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രമല്ല, ആ രീതിയിൽ പെരുമാറാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പ്രസിഡൻഷ്യൽ റൂൾ ഉൾപ്പെടെയുള്ള നടപടികള് സംസ്ഥാനങ്ങൾക്കെതിരെ എടുക്കുന്നതിനുള്ള അധികാരം ഭരണഘടനാപരമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ചിരിക്കുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ ആർട്ടിക്കിൾ
257 ക്ലോസ് 4 പറയുകയാണ്, the union government can also give direction to the state regarding the construction and maintenance of means of communication declared to be of national or military purpose. നാഷണൽ പർപ്പസിന് വേണ്ടിയിട്ടോ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ, അതിന്റെ മെയിൻ്റനൻസും ഒക്കെ നടത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റുകളെ ഉത്തരവാദിത്തപ്പെടുത്തുന്നതിനുള്ള അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവിടെ പ്രവർത്തിക്കണം. അതേപോലെ തന്നെ the union government can also give direction to the states regarding the measures to be taken for protecting the railways within the boundaries of the state. റെയിൽവേ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നതും അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഇരിക്കെ തന്നെ സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലുള്ള ഭൂപ്രദേശത്ത് വരുന്ന റെയിൽവേ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റിനെ ഏൽപ്പിക്കുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കുകയും ചെയ്യും. അപ്പോ ഇത്തരത്തിലുള്ള നാഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെ അതാത് സംസ്ഥാനത്തിന്റെ ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് വരുമ്പോൾ അത് സംരക്ഷിക്കുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുമുള്ള ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റിന് കൂടിയുള്ളതാണ്. അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ബാധ്യസ്ഥരുമാണ് എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. മറ്റൊന്ന്, ഡെലഗേഷൻ ഓഫ് യൂണിയൻ ഫംഗ്ഷൻ ടു സ്റ്റേറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കേന്ദ്ര ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ചില കാര്യനിർവഹണ അധികാരങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഓഫീസേഴ്സിന് ഡെലഗേറ്റ് ചെയ്ത് നൽകുന്നതിനുള്ള അധികാരവും സെൻട്രൽ ഗവൺമെന്റിനുണ്ട് എന്നുള്ളതാണ്. ദ പ്രസിഡന്റ് വിത്ത് ദ കൺസെന്റ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ എൻട്രസ്റ്റ് ടു ദ ഓഫീസേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എനി ഫംഗ്ഷൻ ഇൻ റെസ്പെക്ട് ടു any subject over which executive power of the union extends. അതായത് യൂണിയൻ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യനിർവഹണ പ്രവർത്തനമാണ്. അത് ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അവിടെ പ്രസിഡന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ കൺസെന്റോടുകൂടി സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ വിനിയോഗിച്ചുകൊണ്ട് അവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യനിർവഹണ അധികാരം ഡെലഗേറ്റ് ചെയ്ത് നൽകിക്കൊണ്ട് ആ പ്രവർത്തനത്തെ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില എക്സിക്യൂട്ടീവ് പരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഉപയോഗിക്കുന്നതിനുള്ള അധികാരവും ഭരണഘടനാപരമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ഉണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. അതായത് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS, ഇന്ത്യൻ പോലീസ് സർവീസ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ. പ്രധാനമായിട്ടും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഉൾപ്പെടെയുള്ള ബ്യൂറോക്രാറ്റിക് സംവിധാനങ്ങളുടെ തലവന്മാരായിട്ട് വരുന്നത് IAS, IPS ഉദ്യോഗസ്ഥരായിട്ടുള്ള സിവിൽ സർവൻസ് ആണ്. ഇവര് ഓൾ ഇന്ത്യ സർവീസിൽ പെടുന്നവരാണ്. ഇവരുടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. സോ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ സർവീസ് ആർ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ആണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവരെ തെരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പരീക്ഷയിലൂടെയാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൂടെയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇവരുടെ മേലെ പ്രധാനമായിട്ട് ഇവരുടെ അപ്പോയിന്റ്മെന്റും സർവീസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മേലെ അൾട്ടിമേറ്റ് ആയിട്ട് അധികാരമുള്ള അത് കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓൾ ഇന്ത്യ സർവീസിൽ പെടുന്ന ഉദ്യോഗസ്ഥരാണ് ഇന്ത്യയിൽ ആകമാനമുള്ള എല്ലാ സർവീസിന്റെയും കൺട്രോള് നടത്തുന്നത് എന്നുള്ളതാണ്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗത്തിലും പ്രധാന റോള് വഹിക്കുന്നത് ഈ ഓൾ ഇന്ത്യ സർവീസിൽ നിന്നുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ പുതിയതായിട്ടുള്ള ഓൾ ഇന്ത്യ സർവീസസ് ഒക്കെ രൂപീകരിക്കാനുള്ള അധികാരം അത് സെൻട്രൽ പാർലമെന്റിനാണ് കൊടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും രാജ്യസഭ ഒരു റെസല്യൂഷൻ 2/3 മജോറിറ്റിയോടുകൂടി പാസ്സാക്കുമ്പോഴാണ് പുതിയതായിട്ടുള്ള ഓൾ ഇന്ത്യ സർവീസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ചും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അധികാരങ്ങളൊക്കെയും കൈയാളുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ
മറ്റൊരു സംവിധാനമാണ് ക്രിയേഷൻ ഓഫ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽസ് ആസ് പെർ ആർട്ടിക്കിൾ 263. 263 ആർട്ടിക്കിൾ അനുസരിച്ച് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുകൾ രൂപീകരിക്കുന്ന അധികാരം പ്രസിഡന്റിന് നൽകിയിരിക്കുന്നു. എപ്പോഴും പ്രസിഡന്റിന് ഒരു അധികാരം നൽകിയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സെൻട്രൽ ഗവൺമെന്റിനാണ് അതിന്റെ അധികാരം. അത് ഭരണഘടനാപരമായി പ്രസിഡന്റിന്റെ പേരിൽ നിർവഹിക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ അധികാരം വിനിയോഗിക്കുന്നത് പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ചേർന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുകൾ രൂപീകരിക്കണം. എന്തിനാ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുകൾ രൂപീകരിക്കുന്നത്? സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനാവശ്യമായുള്ള ഇൻവെസ്റ്റിഗേഷൻസും അഡ്വൈസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കാം. അതേപോലെ തന്നെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ടോ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചോ അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പൊതുവായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് നിലനിൽക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിട്ടോ പഠിക്കുന്നതിനും ഡിസ്കസ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുകൾ രൂപീകരിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഈ ഒരു കോപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങളും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുകൾ രൂപീകരിക്കുന്നുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങള്, ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ടും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് കൗൺസിലുകൾ രൂപീകരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് പാർലമെന്റിനാണ്. അപ്പോ കോടതിയിൽ, സുപ്രീം കോടതിയിലും ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതി സംവിധാനങ്ങളിൽ എത്താതെ തന്നെ ഇതൊരു ഗവൺമെന്റ് തലത്തിൽ തന്നെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുകൾ രൂപീകരിക്കുന്നതിനുള്ള നിയമം നിർമ്മിക്കുകയും അത് രൂപീകരിക്കുകയും ചെയ്യുന്നതിന് കേന്ദ്ര പാർലമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും ഭരണഘടന ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് ഉള്ള നിർദ്ദേശങ്ങള് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് സെൻട്രൽ ഗവൺമെന്റിനാണ് കൂടുതൽ അധികാരങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ഭാഗത്തും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് എമർജൻസി. During the time when emergency is proclaimed, the president is authorized to give direction to the state government regarding the manner in which they have to exercise their executive power. ഒരു എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെയാണ് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ വിനിയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ, അതായത് ഭരണഘടനാപരമായി പറഞ്ഞാൽ പ്രസിഡന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും എമർജൻസിയുടെ സമയത്ത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവുക. സോ ഈ സമയത്ത് പാർലമെന്റ് ഗെറ്റ്സ് പവർ ടു മേക്ക് ലോസ് ഫോർ ദി ഹോൾ കൺട്രി. നമ്മൾ നേരത്തെ ഫെഡറലിസവും യൂണിറ്ററി സിസ്റ്റവും പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യ പൂർണ്ണമായിട്ട് ഒരു യൂണിറ്ററി സിസ്റ്റം ആയിട്ട് മാറും. അപ്പൊ രാഷ്ട്രത്തിനാകമാനമുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റ് ആയിരിക്കും, ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മേലെ പാർലമെന്റ് ആയിരിക്കും നിയമം നിർമ്മിക്കുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തില്, അതായത് എമർജൻസി നിലനിൽക്കുന്ന സമയത്ത് എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റിലേക്ക് അല്ലെങ്കിൽ പ്രസിഡന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. പ്രസിഡന്റിന്റെ സൂപ്പർവിഷന് കീഴിലായിരിക്കും സംസ്ഥാന ഗവൺമെന്റുകളുടെ എക്സിക്യൂട്ടീവ് അധികാര വിനിയോഗം നടക്കുന്നുണ്ടാവുക എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ആർട്ടിക്കിൾ 307 പറയുന്നത് ഇന്റർ സ്റ്റേറ്റ് കൊമേഴ്സ് കമ്മീഷൻസ് രൂപീകരിക്കുക. കൊമേഴ്സ് കമ്മീഷൻ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള അതോറിറ്റികളെ രൂപീകരിക്കുക എന്നുള്ളതാണ്. എന്താണ്? ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിനും അതുമായിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഒരു ഇന്റർ സ്റ്റേറ്റ് കൊമേഴ്സ് കമ്മീഷൻ അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ഒരു അതോറിറ്റിയെ രൂപീകരിക്കുന്നുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നു എന്നുള്ളതാണ്. ഇത്തരത്തില് സംസ്ഥാനങ്ങളുടെ എക്സിക്യൂട്ടീവ് അധികാരങ്ങളെയും അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നതിനും അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനും ഒക്കെ ഉള്ള ഒരു അധികാരം സെൻട്രൽ ഗവൺമെന്റിന് ഭരണഘടനാപരമായിട്ട് ലഭ്യമായിട്ടുണ്ട്.
അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, സെന്ററിന് കൂടുതൽ അധികാരമുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ ഉള്ളത്. അപ്പോൾ ഫെഡറൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ പോലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ പോലും സെൻട്രൽ ഗവൺമെന്റിനാണ് കൂടുതൽ റോള് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ്സ് വൈ വി ആർ സെയിങ് ഇറ്റ് ഈസ് യൂണിറ്ററി ഇൻ സ്പിരിറ്റ് എന്ന് നമ്മൾ പറയാൻ കാരണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചലഞ്ചസ് ഓർ ടെൻഷൻ ഏരിയാസ് ഇൻ യൂണിയൻ സ്റ്റേറ്റ് റിലേഷൻസ്. സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ റിലേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ പലപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രമാദിത്യം കാണാനായിട്ട് സാധിക്കുന്നതിനാൽ തന്നെ ഇതിൻ്റെ പേരിൽ പലതരത്തിലുള്ള തർക്കങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഭരണഘടന നിലവിൽ വന്ന സമയം മുതൽ തന്നെ ഇത്തരത്തിലുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓവർ ഡോമിനേഷനും ശരിയായ രീതിയിലുള്ള ഒരു പവർ ഡിസ്ട്രിബ്യൂഷനും ഇല്ലായ്മയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും അതിനുവേണ്ടിയുള്ള കമ്മീഷനുകളും ഒക്കെ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടെൻഷൻ ഏരിയാസ് ഇൻ ബിറ്റ്വീൻ ദി സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു സെൻട്രലൈസ്ഡ് ഫെഡറൽ സിസ്റ്റമാണ്, ഒരു കനേഡിയൻ ഫോം ഓഫ് ഫെഡറലിസമാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വളരെ ഭംഗിയായി മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നടപ്പാകുക? വിത്ത് എ കോപ്പറേഷൻ ബിറ്റ്വീൻ ദി സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്. ഒരു സഹകരണത്തോടു കൂടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോഴാണ് സിസ്റ്റം വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോവുക. ആ ഒരു പ്രവർത്തനത്തിനിടയിൽ ചില പ്രശ്നബാധിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലെസ് റവന്യൂ റിസോഴ്സസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഫിനാൻഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ ദി യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. ഈ ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിൽ മേജർ പോർഷൻ ഓഫ് ദി റവന്യൂ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദാറ്റ്. അപ്പോൾ ഇവിടെ ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സംസ്ഥാനങ്ങൾക്കില്ല എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദി സ്റ്റേറ്റ്സ് ഫൈൻഡ് ദംസെൽഫ് ഡിപ്പെൻഡ് അപ്പോൺ ദ യൂണിയൻ ബിക്കോസ് ഓഫ് ദെയർ meager and limited resources and a restricted field of taxation. സംസ്ഥാന ഗവൺമെൻറ്റിന് വരുമാനം റവന്യൂ കുറവായതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഡിപ്പെൻഡൻസ് എപ്പോഴും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റാണ് സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻസ് ഇൻ എയ്ഡ് എന്ന നിലയിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ട് സംസ്ഥാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായ ഒരു സ്വാതന്ത്ര്യം കുറച്ചുകൂടി ആവശ്യമാണ് ഈ ഒരു ഫെഡറൽ സംവിധാനത്തിൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന്. ഇതൊരു പ്രധാനപ്പെട്ട ടെൻഷൻ ഏരിയയാണ്. കാരണം എന്താണ്? സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സാമ്പത്തിക വിനിയോഗം നടത്തി അവർക്ക് അവരുടെ അധികാര വിനിയോഗം എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഉൾപ്പെടെയുള്ളവ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം റോൾ ഓഫ് ഗവർണറാണ്. ഒരു സാധാരണ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഗവർണർ തിരഞ്ഞെടുക്കപ്പെടുന്നത് അതാത് സംസ്ഥാനത്തിൽ നിന്നാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡായിട്ടുള്ള ഗവർണറെ പ്രസിഡൻ്റാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. പ്രസിഡന്റ് അപ്പോയിൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നോമിനി എന്ന നിലയിലാണ് ഗവർണർ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത്. സോ ആസ് എ central agent, he has to ensure that the state government run in accordance with the constitutional provisions. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റായിട്ട് നിലനിൽക്കുകയും സംസ്ഥാന ഗവൺമെൻറ് ഭരണഘടനാപരമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻസിനും അനുസരിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിനുള്ളൊരു ഏജൻ്റായിട്ട് കൂടിയിട്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി, ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ
ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ ഫെയിലിയർ ആ സംസ്ഥാനത്തിലുണ്ട് എന്നുള്ള ഒരു റിട്ടൺ റെക്കമെൻഡേഷൻ പ്രസിഡന്റിന് നൽകുകയും ആ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ആർട്ടിക്കിൾ 386 അനുസരിച്ചിട്ട് എമർജൻസി പ്രസിഡൻഷ്യൽ റൂള് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡന്റ് റൂള് പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജന്റ് എന്ന നിലയിലാണ് ഈ പറയുന്ന ഗവർണറുടെ ഒരു ഓഫീസിനെ കണക്കാക്കുന്നത്. ഇവിടെ സെൻട്രൽ ഗവൺമെന്റിനോട് വിധേയപ്പെട്ട് നിൽക്കുന്നു. കാരണം ഗവർണർ എത്ര കാലം ഗവർണറായിട്ടിരിക്കണം, ആ ഒരു പൊസിഷനിൽ ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നതിൽ പരിപൂർണമായിട്ടുള്ള തീരുമാനിക്കുന്നുള്ള അധികാരം പ്രസിഡന്റിനാണുള്ളത്. പ്രസിഡന്റിനാണുള്ളതെന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിനാണ് ഉള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ചില ഡിസ്ക്രിഷണറി പവേഴ്സ് ഗവർണർക്കുണ്ട്. നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന ഒരു നിയമം പ്രസിഡന്റിന് റിസർവ് ചെയ്യുകയും അത് സെൻട്രൽ ഗവൺമെന്റിന്റെ പരിഗണനയ്ക്ക് ശേഷം പാസ്സാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇവിടെ സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന നിയമത്തിനെ കേന്ദ്രത്തിന് വേണ്ടി, അതായത് പ്രസിഡന്റിന് വേണ്ടി റിസർവ് ചെയ്തു വെക്കുന്നതിനുള്ള അധികാരവും ഗവർണർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇവിടെ ഗവർണറെ ഒരു പ്യുവർ ഏജന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എന്ന നിലയിലാണ് പലപ്പോഴും പരിഗണിക്കുക. അതൊരു വളരെ ടെൻഷൻസ് ഉണ്ടാക്കുന്ന ഒന്നാണ്. 3, സെൻട്രൽ സ്റ്റേറ്റ് ടെൻഷൻ ഓവർ ദി യൂസ് ഓഫ് ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത് സ്റ്റേറ്റ് എമർജൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ്. Article 356 empowers the president to take a decision based on the report of the governor of the state regarding the breakdown of constitutional machinery of the state. The president is guided by the advice of the union government. This article has been misused for political purpose by the center. Article 386 അനുസരിച്ചിട്ട് ഒരു സംസ്ഥാനത്ത് എമർജൻസി പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം പ്രസിഡന്റ് നൽകിയിരിക്കുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ദി റിപ്പോർട്ട് റിസീവ്ഡ് ഫ്രം ദി ഗവർണർ. ഗവർണറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എമർജൻസി പ്രഖ്യാപിക്കുന്നുണ്ടാവുക. എന്നാൽ ഇതിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള പകപോക്കലിന് വേണ്ടിയിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സെൻട്രൽ ഗവൺമെന്റ് അവരുടെ ഓപ്പോസിഷൻ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി 356 എന്ന് പറയുന്ന വകുപ്പ് ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് റൂള് എപ്പോഴും നടപ്പിലാക്കുന്നത് എപ്പോഴാണ്? ആ സംസ്ഥാനത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിലിയർ ആകുന്ന സമയത്താണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിലിയർ ആണ് എന്നുള്ള റിപ്പോർട്ട് കൊടുക്കേണ്ടത് പ്രസിഡന്റിന് കൊടുക്കേണ്ടത് ഗവർണറാണ്. ഗവർണറിനെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്ത് എമർജൻസി പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ആർട്ടിക്കിൾ 356 മാറുന്നു എന്നുള്ള ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട്. 4ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കോൺസെൻട്രേഷൻ ഓഫ് അമെൻഡിങ് പവേഴ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ യൂണിയൻ. ഭരണഘടനയുടെ എല്ലാ പ്രധാനപ്പെട്ട പ്രൊവിഷനുകളും അമെൻഡ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട അധികാരം നിലനിൽക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലാണ്. യൂണിയൻ പാർലമെന്റാണ് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുന്നത്. അതിൻ്റെ അകത്ത് സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭകൾക്കുള്ള അധികാരം വളരെ പരിമിതമാണ്. അപ്പോൾ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ ഭൂരിഭാഗവും കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുന്നത് കേന്ദ്രത്തിന് കൂടുതൽ അധികാരലബ്ധി ഉണ്ടാകുന്നതിനും കാരണമാകുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം പ്രധാനമായിട്ടും ഇവിടെയുണ്ട്. ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റിനെയും സെൻട്രൽ ലെജിസ്ലേച്ചറിനെയും കൂടുതൽ പവർഫുൾ ആക്കുന്ന കാര്യങ്ങളാണ്. ദെൻ ഡിപ്ലോയ്മെന്റ് ഓഫ് സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ്. ഒരു സംസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണൽ റൈറ്റുകൾ ഉണ്ടാകുമ്പോൾ, സ്ട്രൈക്ക് ഉണ്ടാകുമ്പോൾ, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസിനെ വിന്യസിക്കാൻ സാധിക്കുന്നു. സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള നിയമപാലന സംവിധാനം ഉപയോഗിക്കുന്നതിനപ്പുറം സെൻട്രൽ ഗവൺമെന്റിന് അവിടെ ഇന്റർഫിയർ ചെയ്യുന്നതിനും അവിടെ പാരാമിലിറ്ററി ഫോഴ്സസിനെ ഡിപ്ലോയ് ചെയ്യുന്നതിനുമൊക്കെയുള്ള സാഹചര്യമുണ്ട്. ഇത് യൂണിയൻ
ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ദെൻ ഇഷ്യൂ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് യൂണിയൻ ലോസ് ബൈ ദ സ്റ്റേറ്റ്. കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് പെരുമാറേണ്ടത്. സംസ്ഥാന ഗവൺമെൻറ് പെരുമാറേണ്ടത് എങ്ങനെയാണെന്നുള്ള ചില ഡയറക്ഷൻസ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും. അതിന് വിധേയമായിട്ട് വേണം പ്രവർത്തിക്കാൻ. അത്തരത്തിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ ഫെയിലിയർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി എന്ന് കണക്കാക്കുകയും അതനുസരിച്ച് പ്രസിഡന്റ് റൂൾ ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ് പലപ്പോഴും പാസ്സാക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഡയറക്ഷൻസോ ഒക്കെ അതാത് സംസ്ഥാനത്തിൻ്റെ ചില സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിക്ക് അനുകൂലമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെയോ പോളിസികളെയോ ഒക്കെ വിപരീതമായിട്ട് അത് അഫക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇഷ്യൂ അവിടെ നിലനിൽക്കുന്നുണ്ട്. ദെൻ ഇഷ്യൂ ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് സ്റ്റേറ്റ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയിട്ടാണ് എപ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. അതായത് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൽ സംസ്ഥാനം, അതായത് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും കേന്ദ്രത്തിനോട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതിനുള്ള ഒരു സാഹചര്യം സാമ്പത്തികപരമായിട്ടും ഭരണപരമായിട്ടും പൂർണ്ണമായും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല. എന്നാൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് കേന്ദ്രം ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഓപ്പോസിഷൻ പാർട്ടികളാണ് ഭരിക്കുന്നത് സംസ്ഥാനത്ത് എങ്കിൽ ആ സംസ്ഥാനങ്ങളോടൊരു ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനം നടത്തുന്നതിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഒരു ആരോപണം പ്രധാനമായിട്ടും ഉണ്ട്. അതായത് ഗ്രാൻസ് ഇൻ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ രാഷ്ട്രീയപരമായിട്ട് സ്വീകരിക്കാറുണ്ട് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ആരോപണം നിലനിൽക്കുന്നു. ദെൻ ഇഷ്യൂസ് ഓഫ് ഓൾ ഇന്ത്യ സർവീസസ്. ഓൾ ഇന്ത്യ സർവീസസിലുള്ള സിവിൽ സർവൻസിനെ നമ്മൾ ഗവർണറുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഏജൻറ്റ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എന്ന രീതിയിലാണ് അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അവരുടെ ഒരു റോള് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ അവരുടെ അപ്പോയിൻമെൻറ്റ്, സിവിൽ സർവൻസിൻ്റെ അപ്പോയിൻമെൻറ്റ്, അതേപോലെ തന്നെ അവരുടെ സർവീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഒരു ഓൾ ഇന്ത്യ സർവീസിൽ പെടുന്ന സിവിൽ സർവൻസാണ് സംസ്ഥാനത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഭരണ വ്യവസ്ഥയുടെ തലവന്മാരായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം എന്ന് പറയുന്ന ഒരു ക്രിറ്റിസിസം ഇന്ത്യൻ ഫെഡറലിസത്തിൽ കാണാനായിട്ട് സാധിക്കും. ദെൻ ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ആൻഡ് ദ യൂണിയൻ. ദ ഫെയിലിയർ ഓർ ഡിലേ ഇൻ activity on the part of the union government to secure a settlement of several interstate disputes has also been a cause of tension in the union-state relationship. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പലതരത്തിലുള്ള വാട്ടർ ഡിസ്പ്യൂട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താതിരിക്കുകയും അതിലുണ്ടാകുന്ന കാലവിളംബവും ഒക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിലുള്ള ഇടപെടാതിരിക്കുന്നതിലുമൊക്കെ ചില രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൂടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാം. അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാകാം എന്നുള്ളതും ഇവിടെ ഒരു ആരോപണമായിട്ട് നിലനിൽക്കുന്നു. ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ആൻഡ് ദ യൂണിയൻ എന്ന് പറയുന്നതിൽ അതാണ് ഒരു പ്രധാനപ്പെട്ട ടെൻഷനായിട്ട് നിലനിൽക്കുന്നത്. അവസാനമായിട്ട് നമുക്ക് പറയാനുള്ള ഡിമാൻഡ് ഫോർ സ്റ്റേറ്റ് ഓട്ടോണമി. നമ്മൾ ആർട്ടിക്കിൾ 1 പറഞ്ഞ സമയത്ത് പറഞ്ഞു ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇതിൻ്റെ അകത്ത് ഒരു സംസ്ഥാനത്തിനും സബ്സിഡി ചെയ്തു പോകുന്നതിന്, വിഘടിച്ച് പോകുന്നതിനുള്ള സാഹചര്യമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഡയറക്ഷൻസിനും പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾക്കും ഭരണഘടനയ്ക്കും വിധേയമായി മാത്രമേ സംസ്ഥാനങ്ങൾക്ക് പെരുമാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ യൂണിറ്റേറിയൻ സ്പിരിറ്റോട് കൂടിയിട്ടുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യയുടേത്. അപ്പോൾ ഇവിടെ പൂർണ്ണമായ ഒരു സ്റ്റേറ്റ് ഓട്ടോണമി ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യമില്ല. അവിടെ എപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസും നിയന്ത്രണവും ഉണ്ടാവും. കാരണം ഇതൊരു യൂണിറ്റേറിയൻ സിസ്റ്റമാണ്, യൂണിറ്റേറിയൻ ഫെഡറലിസമാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് ഒരു ഓട്ടോണമി ഇല്ല എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയാണ് പ്രധാനപ്പെട്ട ടെൻഷൻ ഏരിയാസ് ഇൻ ദി
central state relations. Okay.